ഒരു വ്ളോഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണ് 700 വിത്ത് കിറ്റ് ലെൻസാണ് വരുന്നത്. ഒന്ന് നിക്കോണിൻ്റെ Z30 ഇരിപ്പുണ്ട്, വാറണ്ടി പീസാണ്. ഏകദേശം 6 മന്ത്സ് ഇനിയും വാറണ്ടി റിമൈനിങ് ഉണ്ട്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്യാമറയിൽ EOS 6, ഇതും ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ പ്രത്യേകിച്ച് ഫാൻ ബേസും എന്നല്ല എല്ലാവരുടെയും ഇരിക്കുന്ന ഒരു റീസെയിൽ വാല്യൂ ഉള്ള ഒരു ബെസ്റ്റ് ക്യാമറയും കാണിക്കുന്ന DSLR ക്യാമറയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കിറ്റ് ലെൻസ് കൂടെ വരുന്നതായിരിക്കും. കിറ്റ് ലെൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അത്യാവശ്യം ഒരു ബെസ്റ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വൈഫൈ സപ്പോർട്ട് ഉണ്ട്, 24 മെഗാ പിക്സലാണ്. അത്യാവശ്യം ഈ പറയുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി ക്യാമറയാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ണനല്ലൂരാണ് കേട്ടോ. കൊല്ലം ജില്ലയിൽ കണ്ണനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നിരിക്കുന്നത്. DCam നമ്മളിന്ന് വന്നേക്കുന്ന ഷോപ്പിൻ്റെ പേര്. ക്യാമറയാണ്, യൂസ്ഡ് ക്യാമറാസാണ്. ഇഷ്ടം പോലെ ക്യാമറയാണ്. കിടക്കുന്ന കിടപ്പ് കണ്ട ഒരു ഗിൻഡ് ക്യാമറ കിടക്കുന്നത്. ഇതെല്ലാം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. അപ്പോൾ ഒരു 1000 രൂപ തൊട്ട്, അതായത് 1000, 4500 ആ രീതി തൊട്ട് തുടങ്ങുന്ന ക്യാമറകളാണ്. പ്രൊഫഷണൽ ക്യാമറയുണ്ട്, അല്ലാത്ത ക്യാമറസും ഉണ്ട്. അപ്പോൾ അത്തരം പുതിയ സ്റ്റോക്കുകൾ വന്നേക്കാണ്. 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ഇവിടെ വന്നേക്കാണ്. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോക്കുകളും ക്യാമറകളുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. ഹലോ മച്ചാന്മാരെ, അപ്പോൾ DCamലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു വീഡിയോ ഇടുവാണ്. അപ്പോൾ നമ്മുടെ സനൂപ് ചേട്ടൻ ഇന്നാണ് നമ്മുടെ ഷോപ്പിലേക്ക് കുറേ നാൾക്ക് ശേഷം എത്തിയത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഓഫേഴ്സും കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ ഈ വട്ടം നമ്മൾ ഒന്നുകൂടെ പറയുന്നത്, നമ്മുടെ ഷോപ്പിലെ സർവീസ് എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ക്യാമറയുടെ റെൻ്റൽസ് ഉണ്ട്, ക്യാമറയുടെ സെയിൽസ് ഉണ്ട്, കൂടാതെ നമ്മൾ അത്യാവശ്യം ക്യാമറയുടെ സർവീസും ഉണ്ട്. അപ്പോൾ ഈ ഒരു 3 ഫെസിലിറ്റീസാണ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്കെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ക്യാമറയുടെ ഓഫേഴ്സ് ഞാൻ പറഞ്ഞു തുടങ്ങാം. അപ്പം എല്ലാവരും ഒരുപാട് ഒരു ലോ ബഡ്ജറ്റ് ക്യാമറ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വെറും 1000 രൂപ മുതൽ സ്റ്റാർട്ടിങ് നമ്മളിൽ ക്യാമറാസ് എത്തിയിട്ടുണ്ട്. വെറും 1000 രൂപ മുതൽ അങ്ങനെ 1000, 1500, 2000 അത്യാവശ്യം ഒരുപാട് കളക്ഷൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ട് ആയാലും നിങ്ങൾക്ക് വീണ്ടും നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. കാര്യം ഇതിന് ഒരുപാട് എൻക്വയറീസ് ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത് വെറും 1000, 1500, 2000 അത്യാവശ്യം ഒരു മിനി ക്യാമറയാണ്. നമുക്ക് ചുമ്മാ ഒരു പാഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാമറയാണ്. അതുപോലെ തന്നെ ബ്രിഡ്ജ് ക്യാമറ, ഇതിനും ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിൽ ഒരു 4500, 5000, 6000 രൂപ മുതൽ നമ്മൾ ഇതും സ്റ്റോക്ക് അത്യാവശ്യം ഇരിപ്പുണ്ട്. വേണമെന്നുള്ളവർ നമുക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് കുറച്ച് പീസ് മാത്രമേ സ്റ്റോക്ക് ഇരിപ്പുള്ളൂ. ഇനി നമുക്ക് DSLR ക്യാമറയിലോട്ട് അടക്കാം. ഇത് കാനോണിൻ്റെ 1100. ഇതാണ് നമ്മുടെ ഒരു കാനോണിൻ്റെ ഒരു ഏറ്റവും ബേസ് ആയിട്ടുള്ള അടിപൊളി DSLR ക്യാമറ. ഇത് വരുമ്പോൾ 12 മെഗാ പിക്സലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വ്യൂ ഫൈൻഡർ, ഫ്ലാഷ് ലൈറ്റ് എല്ലാം വരുന്ന അത്യാവശ്യം നമുക്ക് എടുക്കാൻ പറ്റിയൊരു ബിഗിനറായിട്ടുള്ള ഓരോരുത്തർക്കും ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും എടുത്ത് പഠിക്കാൻ പറ്റിയ ഒരു അടിപൊളി DSLR ക്യാമറയാണ്. 12000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിൻ്റെ ഒരു ആവറേജ് കണ്ടീഷനൊക്കെ വരുമ്പോൾ നമുക്കൊരു 10,000 താഴെയും നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ പറയാനാണെങ്കിൽ ഇത് അതിൻ്റെ അടുത്ത അപ്ഡേറ്റഡ് മോഡൽ 1200. ഇത് വരുമ്പോൾ 18 മെഗാ പിക്സലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് ഇതും ഒരു ബിഗിനറിനും എല്ലാവർക്കും പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണ്. ഇതും നല്ല രീതിയിൽ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ നല്ല ക്യാപ്ചേഴ്സ് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി മോഡലാണ്. ഇതെല്ലാം ഇതിൻ്റെ ഈ ഒരു കാണിക്കുന്ന DSLR ക്യാമറയുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു കിറ്റ് ലെൻസ് കൂടെ വരുന്നതായിരിക്കും. കിറ്റ് ലെൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റേറ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ അടുത്ത മോഡൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ തന്നെ 1300 ഉണ്ട്, അതുപോലെ 1500 ഉണ്ട്. 1300യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഈ 12നെയും കാട്ടിയും പ്രത്യേകത ഒറ്റൊരു കാര്യം മാത്രമാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്, മെയിനായിട്ട് വൈഫൈ. അതിൽ വൈഫൈ വരുന്നുണ്ട്. അതായത് ഒരുപാട് പേർക്ക് ഇന്ന് കോപ്പി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം വൈഫൈ വഴി നമുക്ക് മൊബൈലിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്യാം ഏതൊരു പിക്ചേഴ്സ് എടുത്താലും. അപ്പം ആ ക്യാമറയും വരുന്നുണ്ട്. 1200യുടെ റേറ്റ് വരുമ്പോൾ ഏകദേശം 15000, 15500. കണ്ടീഷൻ മോശമാണെങ്കിൽ കുറച്ചും കൂടി റേറ്റ് കുറയും. അതുപോലെ തന്നെ 13 വരുമ്പോൾ 18, 16 ആ ഒരു റേഞ്ച് ആയിരിക്കും റേറ്റ് വരുന്നത്. അപ്പോൾ അതുപോലെ പറയുകയാണെങ്കിൽ കാനോണിൻ്റെ നമ്മുടെ നിലവിൽ നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു മോഡലാണ് കാനോണിൻ്റെ 1500. ഇത് വരുമ്പോൾ പുതിയതിന് 43000 രൂപ റേറ്റ് ഉണ്ട്. അത്യാവശ്യം ഒരു ബെസ്റ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. വൈഫൈ സപ്പോർട്ട് ഉണ്ട്, 24 മെഗാ പിക്സലാണ്. അത്യാവശ്യം ഇപ്പോൾ പറയുന്ന ഫീച്ചേഴ്സ് ഉള്ള ഒരു അടിപൊളി ക്യാമറയാണ്. ഈ ക്യാമറ നമ്മുടെ റേറ്റ് വരുന്നത് 21,500, 22,500 ആ ഒരു റേഞ്ച്. അതായത് മാക്സിമം ഒരു 23,500 വരെയാണ് അങ്ങേയറ്റം നമുക്ക് പോകുന്നത്. ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ. റേറ്റ് കുറച്ചും കൂടി വേണമെങ്കിൽ കുറയും. അപ്പോൾ ഇതിൻ്റെ പുതിയതിൻ്റെ വില 43,000 രൂപയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫ്രഷ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയ്ക്കും നാളെ സമയത്ത് സെക്കൻഡ് കൊടുത്താൽ ലോസ് വരും. ഇത് സെക്കൻഡ് ഇത്രയും റേറ്റേ വരുന്നുള്ളൂ. നാളെ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഇവിടെ തന്നെ വന്ന് സെല്ല് ചെയ്യാം. കൂടാതെ എക്സ്ചേഞ്ച് ഓഫേഴ്സ് ഉണ്ട്, കൂടാതെ 1 മന്ത് ചെക്കിംഗ് വാറണ്ടി ഉണ്ട്. അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഇവിടെ തരുന്നുണ്ട്. ഇനി അടുത്ത പറയാനാണെങ്കിൽ ഞാൻ കുറച്ച് മോഡൽസ് അങ്ങനെ പരിചയപ്പെടുത്തി പോവാണ്. അടുത്ത മോഡൽസ് പറയുകയാണെങ്കിൽ കാനോണിൻ്റെ 700D. ഇതൊക്കെ ഒരു അത്യാവശ്യം ബെസ്റ്റ് നീറ്റ് കണ്ടീഷനാണ്. ഏകദേശം ഒരു 4-5 കൊല്ലം പഴക്കമുണ്ട്. പക്ഷേ എന്നാലും ക്യാമറ അങ്ങനെ പെട്ടെന്ന് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും വരത്തില്ല. നല്ല അടിപൊളി ക്യാമറ. ഇതിനകത്തുള്ള ഹൈലൈറ്റ് ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ട്. അത്യാവശ്യം വീഡിയോ റെക്കോർഡിംഗ് എല്ലാം അടിപൊളിയാണ്. അതായത് ഒരു വ്ളോഗിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്
ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണ് 700D വിത്ത് കിറ്റ് ലെൻസാണ് വരുന്നത്. ഇത് ഏകദേശം 23,000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്, 23,000 മുതൽ 25,000. അപ്പോൾ ഇതിനൊക്കെ ചിലതിന് ക്യാമറയ്ക്ക് കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ഡിസ്പ്ലേയിൽ ഷെയ്ഡ്, അതായത് ഉപയോഗിക്കാതിരിക്കുമ്പം ഒരു ഡിസ്പ്ലേയിൽ ഷെയ്ഡ് കോർണറിലായിട്ട് വരും. അപ്പോൾ അത് വന്നു കഴിഞ്ഞെന്നും പറഞ്ഞ് നമുക്ക് യൂസിങ്ങിൽ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന ക്യാമറ നമ്മൾ ആ ഡിസ്പ്ലേ ചേഞ്ച് ആക്കാൻ പറ്റും, അതിൻ്റെ റേറ്റ് കുറച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് തരുന്നത്, അല്ലാതെ നമ്മൾ തരില്ല. ഇനി അടുത്ത മോഡൽസ് പറയുകയാണെങ്കിൽ ഇത് കനോണിൻ്റെ 70D, അതായത് ഒരു സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. അത്യാവശ്യം ഒരു അടിപൊളി ക്യാമറയാണ്. ഇതും 24 മെഗാ പിക്സൽ, വൈഫൈ, ടച്ച് സ്ക്രീൻ, ഫ്ലിപ്പ് സ്ക്രീൻ എല്ലാം വരുന്ന ഒരു വീഡിയോ റെക്കോർഡിങ്ങിനും എല്ലാത്തിനും പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറയാണ്. ഇത് നമുക്കിവിടെ നോർമൽ റെൻ്റൽസിൽ ഉണ്ട്, അപ്പം അതിലുപോലെ ഏറ്റവും മൂവ്മെൻ്റ് ഒക്കെ ഉള്ളൊരു ക്യാമറയാണ് 70D, 700D. പിന്നെ അതുപോലെ റെൻറ്റിൽ ഏറ്റവും മൂവ്മെൻ്റ് ഉള്ളൊരു ക്യാമറയാണ് അടുത്ത് ഞാൻ പരിചയപ്പെടുന്നത് 200D. ഒരു ബെസ്റ്റ് ക്യാമറ, അതായത് ഒരു വ്ളോഗേഴ്സിനൊക്കെ ഏറ്റവും പറ്റിയ ഒരു ബെസ്റ്റ് ക്യാമറയാണ് 200D. ഇതിൻ്റെ ഹൈലൈറ്റ് പറഞ്ഞാൽ 24 മെഗാ പിക്സൽ, വൈഫൈ ഉണ്ട്, ഫുൾ HD വീഡിയോ റെക്കോർഡിംഗ് ആണ്, നല്ല അടിപൊളി സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഒരു അടിപൊളി ക്യാമറയാണ് 200D. ഇതിലൊരു 50 mm കിട്ടൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വീഡിയോസ്, അതായത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇടാനും നമ്മുടെ ബൈക്കിൻ്റെ റീൽസ് എടുക്കുന്ന എല്ലാവർക്കും ഒരു ബെസ്റ്റായിട്ട് പറ്റിയൊരു ക്യാമറയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 33,000 രൂപയാണ്. നീറ്റ് കണ്ടീഷന്, ഒരു ആവറേജ് കണ്ടീഷൻ വരുമ്പോൾ റേറ്റ് ഒന്നും കൂടി കുറയും. ഇനി അടുത്തത് 7D. ഇത് നമ്മൾ തുടക്കത്തിൽ വലുതായിട്ട് സെയിലില്ലായിരുന്നു, പക്ഷേ നമുക്ക് ഒരുപാട് എൻക്വയറിയും ഒരുപാട് സെയിലും വന്നൊരു മോഡലാണ് 7D. ഇതിൻ്റെ ഹൈലൈറ്റ് നമ്മുടെ ചാപ്പാക്കുരിശ് മോഡലൊക്കെ ഷൂട്ട് ചെയ്ത ക്യാമറ ഈ ഒരു ക്യാമറയാണ്. അത്യാവശ്യം ഒരു അടിപൊളി സെമി പ്രൊഫഷണൽ ക്യാമറയാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എല്ലാവർക്കും ബുദ്ധിമുട്ട്, ഇതിൽ CF കാർഡാണ്, അതായത് വലിയ കാർഡാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ കാർഡ് നമുക്ക് മേടിക്കാനായി കിട്ടും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ബോഡി ഓൺലി വെറും 18,000 രൂപ വരുന്നുള്ളൂ. ഇതിൽ വൈഫൈ സപ്പോർട്ടൊന്നുമില്ല, കാര്യം ഇതിന് അത്യാവശ്യം ഒരു 10 കൊല്ലം പഴക്കമുണ്ട്. എന്നാലും ബോഡിയുടെ കണ്ടീഷനെ കണ്ടോ, ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്ത ബോഡിയാണ്. 18,000 രൂപയെ ബോഡിക്ക് റേറ്റ് വരുന്നത്. അന്ന് ഏകദേശം പുതിയതിന് നല്ലൊരു റേറ്റ് വരുന്നുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും ഒരു 50,000 രൂപയിൽ മുകളിൽ റേറ്റ് വരുന്നുണ്ട്. ഇനി അതുപോലെ പറയുകയാണെങ്കിൽ 5D Mark III. ഇതും ഒരു അടിപൊളി ക്യാമറയാണ്, ഒരു പ്രൊഫഷണൽ ക്യാമറയാണിത്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം സ്റ്റില്ല് യൂസ് ചെയ്യുന്ന, അതായത് വെഡ്ഡിങ് വർക്കിനൊക്കെ കുറച്ച് നാൾ മുമ്പ് വരെ എല്ലാ ആളുകളും ഇപ്പോഴും ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഫോട്ടോ യൂസിന് മെയിനായിട്ട് പറ്റിയൊരു അടിപൊളി ക്യാമറയാണ് 5D Mark III. ഇതിൻ്റെ Mark IV ഇതിൽ വരുമ്പം നമുക്ക് വലിയ CF കാർഡും ഇടാം, നോർമൽ ചെറിയ കാർഡും ഇതുപോലത്തെ കാർഡ് നമുക്ക് ഇടാൻ പറ്റും, 2 കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ Mark IV നമുക്ക് മാർക്കറ്റിലുണ്ട്, അത് നമ്മളതിൽ സ്റ്റോക്കുണ്ട്. അത് വരുമ്പം ടച്ച് സ്ക്രീനും 4K റെക്കോർഡിംഗ് ഒക്കെ വരുന്നുണ്ട്. ഒരു അടിപൊളി ക്യാമറ, അത് ഏകദേശം 30 മെഗാ പിക്സൽ വരുന്നുണ്ട്. അപ്പം അത് നമുക്ക് ഇപ്പോഴും വെഡ്ഡിങ് വർക്കിന് സ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. കാര്യം നമുക്കിപ്പോൾ റെൻ്റൽസിൻ്റെ റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 1,500 രൂപ ബോഡിക്ക് മാത്രം, 1,300 രൂപ ബോഡിക്ക് മാത്രം റേറ്റ് വരുന്നൊരു ക്യാമറയാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്രയ്ക്കും ക്വാളിറ്റിയാണ് ആ ക്യാമറ. 5D Mark IV നമ്മളിലിവിടെ റേറ്റ് 45,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പുതിയതിന് ഏകദേശം 1.5 ലക്ഷം രൂപ വില ഉള്ള ക്യാമറയാണ്. ഇതും നമ്മളിലൊരു സ്റ്റാർട്ടിങ് 22,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. ഇതൊരു നീറ്റ് പീസാണ്, ഇതിന് ഏകദേശം 30,000 രൂപ റേറ്റ് വരുന്നത്. ഇതൊക്കെ ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷനാണ് റേറ്റ് വരുന്നത്. പിന്നെ ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു മിറർലെസ് ക്യാമറയിലോട്ട് അങ്ങ് പോവാം. ഇത് സോണിയുടെ നെക്സ്റ്റ് 5T എന്ന മോഡലാണ്. എപ്പോഴും നമ്മളതിൽ ഒരുപാട്, അതായത് ഈ ഒരു കളർ ചോദിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പം നമ്മളിൽ ഈ ഒരു കളർ ഇപ്പോൾ ഒരുപാട് കളർ വന്ന് പോയിട്ടുണ്ട്, അതുപോലെ ബ്ലാക്കും എല്ലാം നമ്മളെ വന്നിട്ടുണ്ട്. ഇത് ഫ്ലിപ്പ് സ്ക്രീൻ, വൈഫൈ കൂടാതെ ഫ്ലാഷ് എല്ലാം കൂടെ വരുന്നത്. ഇത് നമ്മൾ കിറ്റ് ലെൻസ് ഇട്ടല്ല, സൂം ലെൻസ് ഇട്ടാണ് കൊടുക്കുന്നത്. 25,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഒരു അടിപൊളി ക്യാമറ, 16 മെഗാ പിക്സലേ വരുന്നുള്ളൂ. പക്ഷേ ഒരുപാട് പേർക്ക് ഒരു കോമ്പാക്ട് സൈസായിട്ടുള്ള ക്യാമറ നോക്കുന്നത്, അപ്പോൾ അവർക്കെല്ലാം ഉപകരിക്കുന്ന ഒരു അടിപൊളി ക്യാമറ ഇത് സോണിയുടെ നെക്സ്റ്റ് 5T. അപ്പോൾ അതുപോലെ മിറർലെസ്സിൽ ഏറ്റവും ലോ ബഡ്ജറ്റിൽ വീണ്ടും ഒരു ക്യാമറ പരിചയപ്പെടുത്തരാം. ഇത് സോണിയുടെ 5100. ഇതിൻ്റെ റേറ്റ് വെറും 22,000 രൂപ റേറ്റ് വരുന്നുള്ളൂ. 24 മെഗാ പിക്സലും. ഒരു മിറർലെസ്സിലേക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കുഞ്ഞു ക്യാമറ നോക്കി, ഇതിൻ്റെ സൈസ് കണ്ടോ, ഇത്രയും ചെറിയ ക്യാമറയാണ്. വെറും 22,000 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇനി അടുത്ത് പറയുകയാണെങ്കിൽ സോണിയുടെ A6000. കാര്യം ഇതിൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് 6000. ഇത് കുറച്ചും കൂടി വലുതാണ് ഇതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷേ അതിൽ നിന്നും ക്വാളിറ്റി ഉണ്ട്, കുറേ ഫീച്ചേഴ്സ് കൂടുതലാണ്. ഇതിന് വ്യൂ ഫൈൻഡർ വരുന്നില്ല, ഇതിന് വ്യൂ ഫൈൻഡർ ഉണ്ട്. അത്യാവശ്യം അടിപൊളി ക്യാമറ. ഇതിൻ്റെ റേറ്റ് വരുന്ന സ്റ്റാർട്ടിങ് 25,000 മുതൽ 31,500 രൂപ വരെ റേറ്റ് വരുന്നത്. ഇത് നമ്മൾ ഒരു നീറ്റ് പീസാണ്, ഷട്ടർ കൗണ്ട് ഒരു 5,000 ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 31,000 രൂപയാണ്. ഇത് നമ്മളിൽ എപ്പോഴും ഒരു 25,000 മുതൽ സ്റ്റാർട്ടിങ് ആണ്. ഇനി അതുപോലെ ഇതും ഒരു ലോ ബഡ്ജറ്റ് ക്യാമറയാണ്, M100. ഇതിൻ്റെ M200 നമ്മളിൽ എപ്പോഴും സ്റ്റോക്ക് കാണുന്നതാണ്. ഇത് 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉള്ള, ഇത് 4K അല്ല, പക്ഷേ അടിപൊളി ക്യാമറ, ഫുൾ HDയും വൈഫൈ സപ്പോർട്ടും എല്ലാം ഉള്ളൊരു മിറർലെസ്സിൽ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു കാനോണിൻ്റെ ഒരു അടിപൊളി മിറർലെസ് ക്യാമറ. 22,500 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഇതും നമ്മളിലൊരു പീസ് ഇരിപ്പുണ്ട്. ഇനി അടുത്ത പറയാനാണെങ്കിൽ സോണിയുടെ 6000 ഇനി 6100. ഇത് ഒരു അടിപൊളി ക്യാമറയാണ്. 4K വീഡിയോ റെക്കോർഡിംഗ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീനാണ്, ഫ്ലിപ്പ് സ്ക്രീനാണ്, എല്ലാം വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്.
ഇത് നമ്മളതിൽ ഫ്രഷ് കണ്ടീഷൻ. ഇതിൻ്റെ ഷട്ടർ കൗണ്ടൊക്കെ ഒരു 3000 ഷട്ടർ കൗണ്ടൊക്കെ ആയി കാണത്തുള്ളൂ. ഇത് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ഒരു 42,000 മുതൽ അത്യാവശ്യം സ്റ്റാർട്ടിങ് ഇരിപ്പുണ്ട്. അതുപോലെ സോണിയുടെ 6300 ഇതും ഒരു അടിപൊളി ക്യാമറയാണ്. ഇത് ഏകദേശം ഒരു 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. ഇത് 40,000 രൂപയിൽ താഴെ നമ്മളതിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇനി അതുപോലെ ഞാൻ കുറച്ച് വാറണ്ടി പീസസ് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ബോക്സ് പീസായിട്ടുള്ള ഒന്ന് നിക്കോണിൻ്റെ Z30 ഇരിപ്പുണ്ട്. വാറണ്ടി പീസാണ്. ഏകദേശം 6 മന്ത്സ് ഇനിയും വാറണ്ടി റിമൈനിങ് ഉണ്ട്. 45,000 രൂപ താഴെ വരുന്നുള്ളൂ. കാനോണിൻ്റെ R100 ഇത് വെറും ഒരു 4 മാസം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ബാക്കി 1.5 കൊല്ലം വാറണ്ടി കിടപ്പുണ്ട്. പുതിയതിൻ്റെ റേറ്റ് 43,000 47,000 കൊണ്ടുണ്ട്. നമുക്കിവിടെ ഒരു 33 കൊടുക്കാം. സോണിയുടെ 7M3 ഇരിപ്പുണ്ട്. അതും അത്യാവശ്യം നല്ലൊരു റേറ്റിന് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കാനോണിൻ്റെ 1500D ഡുവൽ ലെൻസ് ഇരിപ്പുണ്ട്, സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഇതും നമുക്ക് അത്യാവശ്യം റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. പിന്നെ 5D Mark III വിത്ത് ഗ്രിപ്പ് ഇരിപ്പുണ്ട്. ഓഫറിന് നമുക്കൊരു 28,000 കൊടുത്തേക്കാം. ഇങ്ങനെ കുറച്ച് ക്യാമറാസ് അത്യാവശ്യം നമ്മളിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതുപോലെ സെമി പ്രൊഫഷണൽ പറയുകയാണെങ്കിൽ കാനോൺ 7070, അതായത് നമ്മൾ നേരത്തെ 70D കാണിച്ചു, അതിൻ്റെ അപ്ഡേറ്റഡ് വെർഷനാണ് 7070. അത്യാവശ്യം ഇതും 80Dയും ഏകദേശം ഒരേ കമ്പാരിസൺ ആണ്. അത്യാവശ്യം അടിപൊളി ക്യാമറയാണ് ഇതും. ഇതിൻ്റെ റേറ്റ് വരുന്നൊരു 35,000 രൂപയാണ്. അത്യാവശ്യം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 24 മെഗാ പിക്സൽ, ടച്ച് സ്ക്രീൻ, വൈഫൈ, ഫ്ലിപ്പ് സ്ക്രീൻ എല്ലാം വരുന്നൊരു അടിപൊളി ക്യാമറ. ഇത് അതുപോലെ കാനോണിൻ്റെ 6D Mark II പുതിയതിന് ഏകദേശം ഒരു 1,00,000 സംതിങ് വിലയുണ്ട്. അത്യാവശ്യം ഒരു അടിപൊളി ക്യാമറയാണ്. ഇത് വരുമ്പം വാറണ്ടിയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഫ്രഷ് ബോഡിയാണ്. അതായത് ഒരു പ്രൊഫഷണലായിട്ട് ആളുകൾക്കെല്ലാം ഉപയോഗിക്കും. ഇതൊരു അതായത് 6D Mark I നമ്മളിൽ സ്റ്റോക്ക് വരുന്നത് ഒരു 16,000 മുതൽ 25,000 രൂപയാണ് റേറ്റ് വരുന്നത്. അത് വരുമ്പം ഫോട്ടോയ്ക്കാണ് മെയിൻ യൂസ്, വൈഫൈ ഒക്കെ വരുന്നുണ്ട്. ഇത് 6D Mark II ആണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 55,000 രൂപയാണ്. ഇതിന് ഫ്ലിപ്പ് സ്ക്രീൻ ഉണ്ട്. വീഡിയോ റെക്കോർഡിങ്ങിനാണ് മെയിൻ ഹൈലൈറ്റ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി കിട്ടും. വൈഫൈ, ടച്ച് സ്ക്രീൻ എല്ലാം വരുന്നതാണ്. 6D Mark I വരുമ്പോൾ ഫിക്സഡ് ഡിസ്പ്ലേ ആണ്. അതായത് വൈഫൈയും കാര്യങ്ങളൊന്നും വരുന്നില്ല. വൈഫൈ വരുന്നുണ്ട്, അതായത് ഫ്ലിപ്പ് സ്ക്രീനും ടച്ച് സ്ക്രീനും വരുന്നില്ല. അതാണ് 6D Mark I ആയിട്ടുള്ള കമ്പാരിസൺ. ഇനി പറയുകയാണെങ്കിൽ ഫുജി ഫിലിമിന് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പം അതിന് നമ്മളിപ്പോൾ ഫുജി ഫിലിമിൻ്റെ X-T100 ഉണ്ട്. ഇത് XA7 ആണ്. അത്യാവശ്യം ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അടിപൊളി ഒരു ക്യാമറയാണ് XA7. ഇതിൻ്റെ റേറ്റ് വരുന്നത് 28,000 രൂപയാണ്. 4K വീഡിയോ റെക്കോർഡിങ്ങും ടച്ച് സ്ക്രീനൊക്കെ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. അതുപോലെ ഫുജി ഫിലിമിൻ്റെ XT100 ഉണ്ട്, XT200 ഉണ്ട്. XT100 വരുമ്പോൾ 25,000 രൂപയും XT200 വരുമ്പോൾ 36,000 രൂപയാണ് റേറ്റ് വരുന്നത്. ഇതിന് പുതിയതിന് 60,000 രൂപ റേറ്റ് ഉണ്ട്. അടിപൊളി ഒരു ക്യാമറയാണ്. നല്ല വീഡിയോ റെക്കോർഡിങ്ങും 4Kയും കാര്യങ്ങളൊക്കെ പറ്റിയ ഒരു അടിപൊളി ക്യാമറയാണിത്. ഇനി മിറർലെസ്സിലെ ഏറ്റവും കൂടുതൽ ബിഗിനർ ക്യാമറയിൽ ഒരു ഫാൻ ബേസും അതായത് വ്ളോഗ് ചെയ്യുന്ന എല്ലാവർക്കും പറ്റിയൊരു ബെസ്റ്റ് ക്യാമറയാണ് കാനോണിൻ്റെ M50. നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് Mark I വരുമ്പോഴത്തേക്ക് നമ്മളിൽ റേറ്റ് വരും 33,000 രൂപയും. Mark II വരുമ്പോൾ ഒരു 38 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അടിപൊളി ക്യാമറാസാണ്. ഇത് വരുമ്പോൾ 4K റെക്കോർഡിങ്, ടച്ച് സ്ക്രീന് എല്ലാം വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ്. ഒരു മിറർലെസ്സിലെ ബെസ്റ്റ് ഓപ്ഷൻ. അതായത് ഒരു നോർമൽ ഒരു ബിഗിനർ എന്നല്ല, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ട്, അതായത് വ്ളോഗ് ചെയ്യുന്നവർക്കും ബൈക്കിൻ്റെ വീഡിയോസും റീൽസ് ചെയ്യാനും നമ്മുടെ ഷോപ്പിൻ്റെയൊക്കെ വീഡിയോ എന്ന ഒരുപാട് പേരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും പറ്റിയൊരു ക്യാമറയാണ് M50. ഒരു അടിപൊളി മോഡലാണ്. അതുപോലെ നിക്കോണിൻ്റെ ഒരുപാട് ക്യാമറാസ് അവൈലബിൾ ആണ്. പിന്നെ സോണിയുടെ 7M3 ഇതൊരു വെഡ്ഡിങ് വർക്ക് ഇപ്പോഴും എടുക്കുന്ന ക്യാമറ തന്നെയാണ്. ഈ ഒരു ക്യാമറ നമുക്ക് സ്റ്റാർട്ടിങ് 65,000 മുതൽ നമ്മളിൽ സ്റ്റാർട്ടിങ് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. 70, 75, 80, 85 അങ്ങനെ റേറ്റ് പൊക്കോണ്ടിരിക്കും. ഒരു അടിപൊളി ക്യാമറയാണ് 7M3. ഇതിൻ്റെ നമ്മളിവിടെ റെൻറ്റൽസ് തന്നെ 7M3 വരുമ്പം 2,000 രൂപ റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ 2,000 രൂപ റേറ്റ് വരുമ്പം ഈ ക്യാമറയുടെ ക്വാളിറ്റി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാം. ഇത് കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സും അങ്ങനെയുള്ളവരാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവരും എല്ലാവരും 7M3 ആണ് യൂസ് ചെയ്യുന്നത്. 7M3, M4 എല്ലാം നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. നമ്മളിൽ അഥവാ ഇല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ മതി, നമ്മളപ്പം തന്നെ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രൊഫഷണൽ ക്യാമറയിൽ EOS R ഇതും ഒരു പ്രൊഫഷണൽ ക്യാമറയിൽ പ്രത്യേകിച്ച് ഫാൻ ബേസ് എന്നല്ല എല്ലാവരുടെയും ഇരിക്കുന്ന ഒരു റീസെയിൽ വാല്യൂ ഉള്ള ഒരു ബെസ്റ്റ് ക്യാമറയും. റീസെയിൽ വാല്യൂ വരാൻ കാര്യം എന്താണ്? ക്യാമറ അടിപൊളിയുണ്ട്. ഒരു അടിപൊളി ക്യാമറയാണ് EOS R. ഇത് നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. ഇത് വരുമ്പം സ്റ്റാർട്ടിങ് നമ്മളിൽ എപ്പോഴും ഒരു 70,000 മുതൽ 75, 80, 90 ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ നമ്മളിൽ റേറ്റും അത്യാവശ്യം അടിപൊളിയാണ്. ഇത് നമ്മളിൽ ഇപ്പോൾ ഇരിക്കുന്ന 75,000 രൂപയുടെ ക്യാമറയാണ്. അത്യാവശ്യം അടിപൊളിയാണ്. ഇനി അതുപോലെ പറയാനാണെങ്കിൽ നിക്കോണിൻ്റെ കുറച്ച് ക്യാമറാസ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നിക്കോണിൻ്റെ 5600 ആണ്. ഇത് വരുമ്പോൾ നിക്കോണിൻ്റെ 3500 ആണ്. ഇതൊക്കെ ഇതിൻ്റെ 3.1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 3.100 ഒക്കെ വരുമ്പോൾ 10,000 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. നമ്മളിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഔട്ടാണ്. ഇപ്പം 3.1 വരുമ്പോൾ 10,000 രൂപ വരുന്നുള്ളൂ. നീറ്റ് കുറവാണെങ്കിൽ റേറ്റ് വീണ്ടും കുറയും. 3.2 വരുമ്പോൾ നമുക്കൊരു 14, 15, 3.3 വരുമ്പോൾ അങ്ങനെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കും. ഇതതിൻ്റെ ഒരു 3500 ആണ്. ഇത് വരുമ്പോൾ ഏകദേശം 21,500 ആണ് റേറ്റ് വരുന്നത്. ഒരു അടിപൊളി ക്യാമറയാണ്. കാര്യം
ഒരു കോമ്പാക്ട് സൈസാണ്, DSLR ആണ്, എന്നാലും കോമ്പാക്ട് സൈസാണ്, വിത്ത് കിറ്റ് ലെൻസ് ആണ് വരുന്നത്. ഒരു അടിപൊളി ക്യാമറയാണിത്. അതുപോലെ നിക്കോണിൻ്റെ പിന്നെ അടുത്ത സീരീസ് പറയുകയാണെങ്കിൽ 5.1, 5.2, 5.3, അതിനകത്ത് 5.6 എന്ന് പറഞ്ഞൊരു ക്യാമറയാണ്. അടിപൊളി ക്യാമറ. ഇത് ഇതിൻ്റെ ഒരു ടോപ്പ് എൻഡാണ്. നമ്മൾ കാനോണിൻ്റെ 200D ഞാൻ കാണിച്ചില്ലേ, അതുപോലത്തെ ഒരു ബെസ്റ്റ് കമ്പാരിസൺ വരുന്ന ഒരു അടിപൊളി ക്യാമറയാണ് നിക്കോണിൻ്റെ 5600. ഇത് വരുമ്പോൾ റേറ്റ് വരും നമുക്കൊരു സ്റ്റാർട്ടിങ് 30,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇവിടെ ഉണ്ട്. ഇതിൻ്റെ നീറ്റ് വരുമ്പോൾ 33 വരെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ നീറ്റ് കുറവാണെങ്കിൽ റേറ്റ് വീണ്ടും താഴോട്ട് പോകും. നമുക്ക് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് ക്യാമറ നമ്മൾ ഇവിടെ നിന്ന് എടുത്താലും നമുക്ക് 1 month വാറണ്ടി വരുന്നുണ്ട്. കൂടാതെ നിങ്ങൾക്ക് നാളെ സമയത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ തിരിച്ച് സെല്ല് ചെയ്യാം. പിന്നെ ഒരുപാട് പേർക്ക് ബഡ്ജറ്റ് ഇല്ലാത്തവരുണ്ട്. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടിയം കണ്ണനല്ലൂരാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളെ നിന്ന് വന്ന് റെൻ്റ് എടുക്കാൻ പറ്റും. റെൻ്റ് എടുത്ത് ക്യാമറാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് ക്യാമറാസ് അങ്ങനെ യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ആളുകൾക്ക് ക്യാമറ എടുക്കാൻ താല്പര്യമുണ്ട്, അപ്പം അവർക്ക് എടുത്തു കഴിഞ്ഞാൽ പൈസ പോലും അങ്ങനെ പേടിയും വേണ്ട. നിങ്ങൾക്ക് റെൻ്റ് എടുത്ത് യൂസ് ചെയ്തതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം വന്ന് വേണേൽ പർച്ചേസ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ക്യാമറ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. ഇനി ഞാൻ കുറച്ച് ലെൻസസ് പരിചയപ്പെടുത്തരാം. ഇത് നമ്മുടെ നോർമൽ കാനോണിൻ്റെ ബേസ് മോഡൽ ലെൻസസ് ആണ് വരുന്നത്. കാനോണിൻ്റെ 55-250 അത്യാവശ്യം നീറ്റ് കണ്ടീഷനാണ്. വെറും 7,500 റേറ്റ് വരുന്നത്. ഫിക്സഡ് പ്രൈസ് ആണ്, 7,500 റേറ്റ് വരുന്നത്. അടിപൊളി ലെൻസാണ്. കാര്യം നമുക്ക് സൂം ചെയ്തിട്ടുള്ള ഫോട്ടോസ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കിറ്റ് ലെൻസ് വേണ്ട എന്ന് പറയുന്നവർക്ക് കിറ്റും സൂം ലെൻസും ഒരുമിച്ച് ഉപയോഗിക്കാൻ വേണ്ടി, അതായത് ഒറ്റ ലെൻസ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കിട്ടുന്ന ഒരു ലെൻസാണ് 18-135. ഇതിൻ്റെ STM ഉണ്ട്, നോർമലുണ്ട്, USM ഉണ്ട്. USM വരുമ്പോൾ കുറച്ച് സെമി പ്രൊഫഷണലും അങ്ങനെയുള്ള ക്യാമറയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് USM ലെൻസ്. ഇത് വരുമ്പോൾ നോർമൽ ലെൻസാണ്. ഇത് വരുമ്പോൾ നമുക്കിവിടെ 7,500. STM ലെൻസ് വരുമ്പോൾ നമുക്കിവിടെ 9 രൂപ അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. നല്ല ക്യാമറ, നല്ലൊരു ലെൻസാണ്. അതുപോലെ തന്നെ കാനോണിൻ്റെ 75-300 എന്നൊരു ലെൻസാണ്. ഇത് വരുമ്പോഴത്തേക്കും ഒരു അടിപൊളി ലെൻസാണ്. ഇത് വരുമ്പോൾ ഇതിനൊരു പ്രത്യേകിച്ചൊരു ഹൈലൈറ്റ് പറയാനുണ്ട്. ഇതിൻ്റെ അടിയുണ്ടോ സ്റ്റീൽ മൗണ്ടും കൂടാതെ റെഡ് ഡോട്ടും വരുന്നുണ്ട്. ഈ റെഡ് ഡോട്ടൊക്കെ വരുന്നതിൻ്റെ ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ ഇത് നമുക്ക് പ്രൊഫഷണൽ ക്യാമറയിൽ വിടാൻ പറ്റും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത് ഒരു പ്രൊഫഷണൽ ക്യാമറ. ഇതിനകത്ത് നമ്മുടെ ബിഗിനർ ലെൻസസ് ഒന്നും സപ്പോർട്ടാവില്ല. പക്ഷേ ഇതൊരു ഏകദേശം ഒരു ബിഗിനർ ലെൻസാണ്. പക്ഷേ ഇത് നമുക്ക് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റി. അതായത് ഇതിനകത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് 75-300 പ്രൊഫഷണൽ ക്യാമറയിലും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ലെൻസാണ്. പിന്നെ അതുപോലെ വീഡിയോയ്ക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് വരുന്ന ലെൻസുണ്ട്. വീഡിയോയ്ക്കും നമ്മുടെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കുന്ന ഏറ്റവും ലെൻസാണ് 50mm. അത്യാവശ്യം അടിപൊളി ലെൻസാണ്. ഇത് വരുമ്പോഴത്തേക്ക് റേറ്റ് വരുമ്പോൾ ഒരു 6,500 ആ റേഞ്ചേ വരുന്നുള്ളൂ. നല്ല ലെൻസാണ്. ഇതിൻ്റെ പുതിയതിന് 9,000 രൂപ റേറ്റ് വരുന്നുള്ളൂ. പക്ഷേ മാർക്കറ്റ് റേറ്റ് ഇത്ര കൂടുതലായതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത്. ഇത് ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ 5,500 അങ്ങനെ റേറ്റിന് പോകുന്നുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വീഡിയോഗ്രാഫിക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ലെൻസാണ്. വീഡിയോഗ്രാഫിക്ക് എന്നല്ല, ഫോട്ടോസിനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയൊരു ലെൻസാണ് 85. ഇതിൻ്റെ 1.8 ആണ്. 1.4 ഒക്കെ വരുന്നുണ്ട്. 50mm 1.4 വരുന്നുണ്ട്. ഇത് ഏകദേശം 13,000-15,000 രൂപയാണ് 50mm 1.4 റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ 85 1.8 വരുമ്പോൾ 13-15. ഇതാണ് ഇതിൻ്റെ ഒരു ഡിപ്പെൻസ് ഓൺ ദ റേറ്റ് വരുന്നത്. പുതിയതിന് 30,000 രൂപ റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ M50 ആണ്. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഇത് മിറർലെസ് ക്യാമറയാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ നോർമൽ ഇതുപോലത്തെ ലെൻസസ് സപ്പോർട്ട് ആവത്തില്ല. അത് സപ്പോർട്ട് ആവാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോർമൽ ചെറിയ അഡാപ്റ്റർ നമുക്ക് ഇതിന് കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു അഡാപ്റ്റർ കാണിക്കുകയാണ്. ഈ ഇതുപോലത്തെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലെൻസ് വേണമെങ്കിലും മിറർലെസ് ക്യാമറയിൽ ഉപയോഗിക്കാൻ പറ്റും. ഈ അഡാപ്റ്ററിന് പുതിയതിന് ഏകദേശം 4,000 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. സെക്കൻഡ് ഒരു 2,000-2,500 രൂപ വരുന്നുള്ളൂ. ഈ ഒരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ലെൻസ് വേണമെങ്കിലും മിറർലെസ് ക്യാമറയിൽ നമുക്ക് ഇടാൻ പറ്റും. ഇതൊരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. എന്നാലും ഒരു നമ്മുടേതായിട്ടുള്ളൊരു സജഷൻ പറഞ്ഞു തരുവാണ്. ഇനി അതുപോലെ തന്നെ വൈറ്റ് കളർ ടെലി ലെൻസ് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കുറഞ്ഞൊരു മോഡലാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ഓപ്പണിങ് വരുന്ന F4 ആണ്. അപ്പോൾ ഇതൊരു വെറും 16,000-17,000 രൂപ റേറ്റ് വരുന്നുള്ളൂ. നോർമലി 2.8 ഒക്കെ വരുമ്പോൾ ഒരു 22,000 മുതൽ സ്റ്റാർട്ടിങ് ഒരു 30,000 രൂപ വരെ റേറ്റ് വരുന്നുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ. ഇത് വരുമ്പം 17,000 രൂപയ്ക്ക് റേറ്റ് വരുന്നുള്ളൂ. ഒരു അടിപൊളി ലെൻസാണ്. വിത്ത് ലെൻസ് വുഡാണ്. അതുപോലെ തന്നെ മെയിൻ നമ്മുടെ പ്രൊഫഷണൽ ക്യാമറയുടെ ഫംഗ്ഷൻ ലെൻസാണിത് 24-105. ഇത് വരുമ്പോൾ 21 രൂപയാണ് ഇപ്പോഴത്തെ റേറ്റ് നമ്മളതിൽ നീറ്റ് പീസ് ഇരിക്കുന്നത്. ഡിപ്പെൻസ് ഓൺ ദ കണ്ടീഷൻ 16, 17, 18 ആ ഒരു റേഞ്ചിന് പോകും. പിന്നെ സോണിയുടെ അതുപോലത്തെ നമ്മുടെ സൂം ലെൻസ് അവൈലബിൾ ആണ് 55-10. 10 രൂപയാണ് റേറ്റ് വരുന്നത്. അടിപൊളി ലെൻസാണ്. വിത്ത് ലെൻസ് വുഡും എല്ലാം കൂടെയാണ് വരുന്നത്. അതുപോലെ ഇതിൻ്റെ 50mm ഉണ്ട് 13,500 ആ റേഞ്ച് വരും. അതുപോലെ തന്നെ ഇത് 50mm ഒരു വാറണ്ടി പീസാണ്. സിൽവർ കളറാണ് ഇത് ഇരിക്കുന്നത്. പുതിയതിന് 30,000 രൂപ റേറ്റ് ഉണ്ട്. വെറും 15,500 മാത്രമേ നമ്മളെ റേറ്റ് വരുന്നുള്ളൂ. വലിയ യൂസ്ഡ് അല്ല, നീറ്റ് ആൻഡ് ക്ലീൻ പീസാണ്. ഒരു തുള്ളി ഫംഗസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഗിംബൽ നമ്മളതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് റോണിൻ S3 മിനി ആണ്.
ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും പുതിയതിന് 30,000 രൂപ അടുപ്പിച്ച റേറ്റ് ഉണ്ട്, 18,500 റേറ്റ് വരുന്നത്. ഒറ്റ പീസ് മാത്രമേ ഇരിപ്പുള്ളൂ, ഫ്രഷ് കണ്ടീഷനാണ്. കൂടാതെ സ്റ്റിക്ക് ലൈറ്റ് നമുക്ക് വെഡ്ഡിങ് വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിക്ക് ലൈറ്റ് സ്റ്റോക്ക് ഉണ്ട്. ഇത് RGB കളറാണ്. നമുക്കിവിടെ റെൻ്റൽസും അവൈലബിൾ ആണ്, സെയിലിനും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സെയിൽ റേറ്റ് വരുമ്പോഴത്തേക്ക് ഡിപ്പെൻസ് ഓൺ ഓരോ വാറണ്ടിയൊക്കെ അനുസരിച്ച് വരുന്നത്. റേറ്റ് ഇത് 10 രൂപയാണ് റേറ്റ് വരുന്നത്. വാറണ്ടി പീസൊക്കെ വരുമ്പോൾ ഒരു 11, പുതിയതിന് 15 രൂപ അടുപ്പിച്ച വിലയുണ്ട്. പിന്നെ അതുപോലെ തന്നെ സോണിയുടെ 2870 ഇത് ഒരു അടിപൊളി ലെൻസാണ്. ഒരു നോർമൽ ഫംഗ്ഷൻ ലെൻസായിട്ട് നോർമൽ ഒരു ബേസായിട്ട് ഉപയോഗിക്കാം. ഇതൊരു സ്റ്റാർട്ടിങ് 12,000 മുതൽ നമ്മളിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതുപോലെ 30mm 1.4 എന്ന ലെൻസ് ഉണ്ട്, വെറും 16,000 രൂപ റേറ്റ് വരുന്നുള്ളൂ. പുതിയതിന് 30,000 രൂപ റേറ്റ് ഉണ്ട്. അടിപൊളി ഒരു ലെൻസാണ് 30mm 1.4. ഒരു 35 1.4 ആണ് എല്ലാവരും കേട്ടേക്കുന്നത്, പക്ഷേ ഇത് ബേസ് മോഡലിന് ഉപയോഗിക്കുന്നതാണ്. എന്നാലും പ്രൊഫഷണൽ ക്യാമറയിൽ ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അടിപൊളി ലെൻസാണ്. പിന്നെ കൂടാതെ നിക്കോണിൻ്റെ ലെൻസ് പറയാനാണെങ്കിൽ ഇത് നിക്കോണിൻ്റെ മാനുവൽ ലെൻസ് 50mm ആണ്, വെറും 3,000 രൂപ. ഇത് 50mm നോർമൽ ഓട്ടോ ഫോക്കസ് ലെൻസാണ്. അടിപൊളി റിസൾട്ട് ആയിരിക്കും നിക്കോണിൻ്റെ ക്യാമറാസ് ഉപയോഗിക്കുന്നവർക്ക്. 7,000 മുതൽ സ്റ്റാർട്ടിംഗ് ആണ്, 8,000 8,500 റേറ്റ് വരും. ഇതൊക്കെ നോർമൽ 18-105. നിക്കോണിൻ്റെ സൂം ലെൻസ് നമുക്ക് സ്റ്റാർട്ടിങ് ഒരു 3,500 4,000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഇപ്പോഴും നമ്മളെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം മോഡൽസ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ഷോപ്പിലേക്ക് ഡയറക്റ്റ്, നമ്മുടെ ഷോപ്പിൻ്റെ വഴി ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കൊല്ലം ജില്ലയിൽ കൊട്ടിയം, കണ്ണനല്ലൂർ, വടക്കേമുക്കാണ് നമ്മുടെ എക്സാക്റ്റ് ഷോപ്പിൻ്റെ ലൊക്കേഷൻ. ഫസ്റ്റ് ഫ്ലോറാണ് ഷോപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഓഫേഴ്സ് എല്ലാം ഒരുപാടുണ്ട്. ഡയറക്റ്റ് വന്നാൽ മതി. ഏത് ക്യാമറ എടുത്താലും 1 മന്ത് ചെക്കിംഗ് വാറണ്ടി വരുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ റെൻ്റൽസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ടിങ് വെറും 200 രൂപ മുതൽ നമുക്ക് കറക്റ്റ് ക്യാമറാസ് അവൈലബിൾ ആണ്. ലെൻസസ് സെപ്പറേറ്റ് റെൻ്റ് ഉണ്ട്, ക്യാമറയുണ്ട്. നമ്മളതിൽ ചില മോഡൽസ് ടൈറ്റ് വരും. അപ്പോൾ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും. പിന്നെ അത്യാവശ്യം അടുത്ത ഡിസ്റ്റൻസ് ആണ് കാര്യം. ഒരുപാട് ലേഡീസിനും കാര്യങ്ങൾക്കൊക്കെ ക്യാമറ എടുക്കാൻ വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പം അതുപോലെ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഹോം ഡെലിവറി ഉണ്ട്. കൊല്ലത്ത് അത്യാവശ്യം അടുത്ത ഡിസ്റ്റൻസ് ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ട്. അതിന് പക്ഷേ എക്സ്ട്രാ ചാർജസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം ഓഫേഴ്സ് എല്ലാം നമുക്കിപ്പോൾ ഷോപ്പിലുണ്ട്. ക്യാമറ മേടിക്കുന്നവർക്കെല്ലാം നമ്മൾ അതായത് തിരിച്ചിവിടെ തന്നെ സെൽ ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് വെറും നമ്മളൊരു 75% റേറ്റ് നിങ്ങൾക്ക് തിരിച്ച് എന്തായാലും കിട്ടും. അപ്പോൾ നിങ്ങൾ നമ്മുടെ DCAM-ൽ നിന്ന് ക്യാമറ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പേടിക്കേണ്ട. അതും 1 മന്ത് ചെക്കിംഗ് വാറണ്ടി കഴിഞ്ഞാലും നിങ്ങളെ നമ്മൾ കൈവിടില്ല. നിങ്ങൾ ഇവിടെ തന്നെ തിരിച്ചു വന്നാൽ അത് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ത് പർപ്പസ് ആണെങ്കിലും നമ്മൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാവും. അതിൻ്റെ കാര്യത്തിലൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ക്യാമറ സംബന്ധിച്ച് ഇപ്പം ഒരുപാട് പേർക്ക് ക്യാമറയെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. അപ്പം നമ്മളൊരു ബിഗിനർ ട്യൂട്ടോറിയൽ കണക്കെ എല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടായിരിക്കും ക്യാമറ തരുന്നത്. അല്ലാതെ വെറുതെ നിങ്ങളെ വെറും കൈയോടെ നമ്മൾ ഒരിക്കലും പറഞ്ഞു വിടില്ല. അപ്പോൾ എല്ലാ സപ്പോർട്ടും നമ്മളെ ഭാഗത്തുനിന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി നേരെ DCAM-ൽ വെച്ച് കാണാം. കോൺടാക്റ്റ് താഴെ നമ്മുടെ നമ്പർ കൊടുത്തേക്ക്.